എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നേ ഞാൻ വേറൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് എന്താണെന്നറിയാമോ ഉണ്ടാക്കാൻ നമ്മൾ പോണേ? സോയ ചങ്ക്സ് കൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പം ഇന്ന് സോയ ചങ്ക്സ് കൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകും നമ്മൾ കേട്ടോ. അപ്പോൾ കൂടുതൽ ഇച്ചിരി പൊട്ടറ്റോയും ഇടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ 8 നോയമ്പായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരാഴ്ച മുമ്പ് പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് 25 നോയമ്പ് വരുമ്പോഴത്തേക്കും ഉപയോഗിക്കാം. പിന്നെ വെജിറ്റേറിയൻസ് ആയിട്ട് ഉള്ളവർക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് കൂടെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ എപ്പോഴും ഇറച്ചി മീനും തന്നെയല്ലേ വെക്കണേ. അപ്പം ഈ സോയ ചങ്ക്സ് കൊണ്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെയുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പൊട്ടറ്റോയും സോയ ചങ്ക്സും കൂടെയുള്ള നല്ല അടിപൊളി മെഴുക്കുവരട്ടി. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നമ്മുടെ സോയ മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അല്ലേ? സോയ മെഴുക്കുവരട്ടിയോ ഉപ്പേരിയോ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ. ഞാനിത് ഏകദേശം ഒരു 50 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണേ. പിന്നെ ഒരു പൊട്ടാറ്റോ, ഒരു സവോള, ഒരു വലിയ സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഇത് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. പിന്നെ നമുക്ക് കടുക്, കറിവേപ്പില, എണ്ണ, ഉപ്പ്, ഇതൊക്കെ നമുക്കറിയാമല്ലോ ആവശ്യത്തിന്. അപ്പോൾ ആദ്യം ഞാൻ ഈ സോയ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൊട്ടറ്റോയും ഏകദേശം ഈ സോയയുടെ വലിപ്പത്തിൽ അരിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ. അതായത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് സോയാബീൻ ഇട്ട് കൊടുക്കണം. സോയാബീനും പൊട്ടറ്റോയും കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഞാൻ പാത്രം വെച്ചു. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണത്. അപ്പം അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 50 ഗ്രാം സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇടാൻ പോകുന്നത് പൊട്ടറ്റോയാണ്. ഞാൻ കണ്ടോ സോയ ചങ്ക്സിൻ്റെ വലുപ്പത്തിൽ കണ്ടോ ചെറുതായിട്ട് മുറിച്ച പൊട്ടറ്റോ അതും കൂടെ ഇതിലേക്ക് ഇടും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച്, അതായത് വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ടിട്ടാണ് ഈ സോയ ചങ്ക്സും പൊട്ടറ്റോയും ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ആ തിള വന്നു കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് അതിനകത്ത് കിടന്ന് വേവണം കേട്ടോ. ഇതേ നമ്മുടെ സോയ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം 10 മിനിറ്റായി. അപ്പം ഞാനിതൊന്ന് ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇതൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെക്കും. അപ്പം അത് ഞാൻ ഇങ്ങോട്ടൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വാർന്നു പോകണം. ഇതിലൊരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പം അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകരുത്. ഇനി വെള്ളം ഉണ്ടായാൽ എന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മളിത് നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അപ്പം ഇതിരിക്കട്ടെ. ഒരു എന്താ പറയുന്നത്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടങ്ങ് മാറുവേ. അപ്പോൾ ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സോയ ചങ്ക്സ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാവേ. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊമ്മിയാണ് എണ്ണ ഒഴിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നത്. അപ്പം തൊമ്മി കുറച്ച് തൊമ്മിക്കൂടെ ഒഴിച്ചു, എണ്ണ ഒഴിച്ചു. പറഞ്ഞ് അത്ര ഒഴിക്കാവുള്ളൂ കേട്ടോ. നമുക്ക് ഒത്തിരി എണ്ണ വേണ്ട, ഇച്ചിരി ഒഴിച്ചു, അത്രയും തന്നെ കൂടി ഒഴിച്ചു. ഏകദേശം 3 ടേബിൾ സ്പൂണോളം എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിടാവേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. അപ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുക്. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ അതവിടെ ഒന്ന് കിടക്കട്ടെ. പച്ചമണം മാറുന്നവരെ ആ ഒരു സ്മെല്ല് വരുമല്ലോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പറയാം, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള. ഇനി ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ തീ കുറച്ചിട്ടോട്ടെ, നല്ല തീയിലായിരിക്കണേ. തീ കുറച്ചിട്ട് ഇനി ഇത് നമ്മൾ അത്യാവശ്യം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. അധികം സമയമൊന്നും എടുക്കുകയില്ല, ഒരു 10-15 മിനിറ്റ് മാക്സിമം. ഞാനേ ഒരു നല്ല കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. തൊമ്മി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് ഹെൽപ്പേഴ്സൊക്കെ ഉണ്ട്. ഒരിച്ചിരി കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളി ആയിട്ടുള്ള എന്താ പറയുക, സോയ ഉലർത്തിയതെന്നോ സോയ മെഴുക്ക് പുരട്ടിയെന്നോ എന്ത് വേണേലും പറയാം. പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വരുവേ. കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് ഇത് നമുക്ക് ധാരാളമാണ്. അപ്പം ഇളക്കിയിട്ട് അങ്ങോട്ട് ശരിയാണില്ല. സോ ഇറ്റ്സ് ഓക്കെ. സവോള അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളാണ്. ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല,
മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ, അതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണേ. എന്നിട്ട് അതിന്റെ പച്ചമണം, പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ നല്ലപോലെ കുറച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. വേറൊരു സംഭവം കാണിച്ചിടാം. ഇത് കണ്ടോ, സോയ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ആണ് ഈ സൈഡിൽ ഇരിക്കുന്നത്, ഒരു പൊട്ടറ്റോ കേട്ടോ. അപ്പം നിങ്ങൾക്ക് പൊട്ടറ്റോ നന്നായിട്ട് ഇഷ്ടമുള്ളവർ അത് ചേർക്കുക. എന്താ പറയുന്നത്, 1 or 2 ഒക്കെ ചേർത്താലും ഇറ്റ്സ് ഓക്കെ. ഞാനിവിടെ ഞങ്ങൾക്ക് രാത്രിയിൽ ഇച്ചിരി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ നോയമ്പാണ്. അതുകൊണ്ട് ഇത് നല്ല ബീഫ് ഒലത്തിയ പോലെയൊക്കെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് ഉണ്ടാക്കണതാണ്. ഇതിവിടെ സ്ഥിരം പതിവില്ലാത്ത സാധനമാണ്, പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവുള്ള സാധനവുമാണ്. അപ്പം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്, കാരണം നമ്മുടെ പൊട്ടറ്റോ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ സോയ ചേർക്കാൻ പോവാണ് കേട്ടോ. സോയ ആദ്യം ചേർക്കണു. സോയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വന്നോട്ടെ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുക്കാവും. മസാലയൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് വളരെ കുറവാണ്. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അറിയാലോ, ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ ചെറിയ ഗ്രേവി വേണ്ടവർക്ക് ഇപ്പം ചപ്പാത്തിയോടെയൊക്കെ കഴിക്കാനാണെങ്കിൽ ഈ ഫോം ധാരാളമാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പൊട്ടറ്റോ ആണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂടുതൽ ചേർക്കാം കേട്ടോ. 50 ഗ്രാം സോയ ചങ്ക്സിന് ഒരു പൊട്ടറ്റോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പൊട്ടറ്റോ, ഒരു സവോള, 2 പച്ചമുളക് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ട താമസമേ ഉള്ളൂ. നമ്മുടെ സോയ മെഴുക്ക് വരട്ടി ആയി. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മതി. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചേ. ഇനി കസ്തൂരി മേത്തിയാണ് ഇഷ്ടമുള്ളവർക്കെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്നും വേണ്ട, ഞങ്ങൾക്കിപ്പം ഇവിടെ എന്താ പറയുന്നത്, കറിവേപ്പിലയാണ് ഈ കഞ്ഞി കുടിക്കാനുള്ളതായതുകൊണ്ട് കഞ്ഞിയുടെ കൂട്ടത്തിലാണ് ഇന്നിപ്പോൾ ഇത് കഴിക്കാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നോർമൽ നമ്മുടെ സിമ്പിൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള നാടൻ മെഴുക്ക് വരട്ടി കേട്ടോ. അതുകൊണ്ട് വേറെ ആഡംബരങ്ങളൊന്നും ഇല്ല, വെറും കറിവേപ്പില മാത്രം നമ്മൾ ചേർക്കണം കേട്ടോ. നമ്മുടെ സോയ ചങ്ക്സ് എന്താ പറയുന്നത് മെഴുക്ക് വരട്ടി ആയിട്ടോ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇളക്കിയിട്ട് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. അപ്പം നല്ല തൊമ്മി വന്ന് ഓഫ് ചെയ്തോ മോനെ. തൊമ്മി ഓൾറെഡി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പോയി. അപ്പം നമ്മുടെ സോയ ചങ്ക്സ് മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കഞ്ഞിയുടെ കൂടെ നമുക്ക് നല്ല അടിപൊളി ഈ കറിയും കൂട്ടി കഴിക്കാം. വേണ്ടേ നമ്മുടെ ആവി പറക്കുന്ന സോയ ചങ്ക്സ് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, ഭയങ്കര ഈസിയാണ്. നിങ്ങൾ കണ്ടല്ലോ എത്ര നേരം എടുക്കും, ഒരു 15-20 മിനിറ്റ്സ് മാക്സിമം അല്ലേ. ഈ സമയത്ത് കഞ്ഞിയും വേവും, ഒരേ സമയം കറിയാകും. ഈ ഒരു കറി നമുക്ക് ധാരാളം മതി. അപ്പം എന്താ പറയുക, നോയമ്പൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഇറച്ചി കൂട്ടണം എന്നൊക്കെ ചിലർക്ക് ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഈ സോയ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, ബീഫിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ സോയ കൊണ്ട് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം, ചില്ലി സോയ, അങ്ങനെ എന്താ പറയുക ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ ചില്ലി സോയ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഈ സോയ കൊണ്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. പതിയെ ഞാൻ ഓരോന്ന് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു. സോയ ചങ്ക്സിനുള്ള മെഴുക്ക് വരട്ടി എങ്ങനെയാ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തതെന്ന് കണ്ടല്ലോ അല്ലേ. കഞ്ഞിയുടെ കൂടെ കുടിക്കാനൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാ. കഞ്ഞിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയാവോ. അതായത് നമ്മൾ ഈ നോയമ്പൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി എന്താ പറയുന്നത് ഒരു ബീഫിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഈ സോയ ചങ്ക്സ് വളരെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇപ്പം എന്താ പറയുക, നമുക്ക് വളരെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക്, ഞാനല്ല ഡയറ്റ് ചെയ്യുന്നവരെ പറ്റിയാണ് കേട്ടോ പറയണേ, ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് സോയ ചങ്ക്സ് ഉപയോഗിച്ച് എന്താ പറയുക നല്ല റെസിപ്പീസ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. കൂടുതൽ റെസിപ്പീസ് സോയ ചങ്ക്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക മെൻഷൻ ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണ് ചില്ലി സോയ ഉണ്ടാക്കണേ എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസമേ എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ. കാരണം ബീഫ് ചതുരംഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ബീഫ് ചതുരംഗം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചിട്ട് ബീഫ് ഫുട്ബോൾ എന്താ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു കാര്യം ഇരിക്കട്ടെ, ഒരു ഫുട്ബോൾ, ഇതിന് സോയ സോക്കർ എന്നങ്ങ് പേര് കൊടുത്തോ കേട്ടോ. അപ്പം വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അടുത്ത റെസിപ്പി ആയിട്ട് പിന്നെ വരാം.